വല്ലപ്പോഴും തയ്യാറാക്കുന്ന കറികളിലൊന്നാണ് രസം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അങ്ങനെ കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ കഴിക്കത്തില്ല, ഇപ്പോഴത്തെ കുട്ടികളതൊന്നും കഴിക്കത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനിന്ന് രസം തയ്യാറാക്കാനായിട്ട് കുറേ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് രസം ഉണ്ടാക്കണം. അതിനായി ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കുരുമുളകും കൂടി ചതച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ രീതിയിൽ മാത്രമാണ് ഇത് തയ്യാറാക്കുന്നത്. പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് അതിനുശേഷം ഞാൻ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പം സവാള ഉള്ളി അരിഞ്ഞതാണ് കൊടുത്തത്. ചെറിയ ഉള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് സവാള ഉള്ളി അരിഞ്ഞ് ചേർത്ത് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കണം. കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഞാൻ തയ്യാറാക്കിയപ്പം വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും കുരുമുളകും അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് വരുമ്പം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മിക്ക പ്രാവശ്യവും അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും വീഡിയോ പിടിക്കുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ ചേർക്കാൻ മറന്നു പോകും, ചില ചേരുവകൾ. അങ്ങനെയാണ് ഇതിനകത്തും സംഭവിച്ചിരിക്കുന്നത്. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇതിനകത്ത് 1-2 സാധനങ്ങൾ ചേർത്തില്ല, ആദ്യം ചേർക്കേണ്ടത് പിന്നെ ചേർത്തു, അങ്ങനെ കണ്ടത്. അങ്ങനെ ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ശകലം ചേർത്തു. പിന്നെ എരിവുള്ള മുളക് പൊടി, മഞ്ഞൾ പൊടി ചേർത്തു. ഇതിനകത്ത് ഉലുവ, കായമൊക്കെ ചേർക്കണ്ടേ, അതൊന്നും ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല, അതൊക്കെ മറന്നുപോയി. പിന്നെ ഇതിനകത്ത് തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയാണ് ഉലുവാപ്പൊടി, കായപ്പൊടി ചേർക്കുന്നത്. കുഴപ്പമില്ല, എപ്പോഴെങ്കിലും ചേർത്തല്ലോ, അത് മതി. പിന്നെ ഇതൊന്ന് നല്ലവണ്ണം ചേർത്തിളക്കി മസാലയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് പിഴിഞ്ഞ് വെച്ച് പുളി ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെയും കുറച്ച് സാധനങ്ങൾ മറന്നിട്ടുണ്ട് ഇതിനകത്ത് ചേരേണ്ടത്. മല്ലിയില അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഉപ്പ് ചേർത്ത്, ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ? ശരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ചില സാധനങ്ങളൊക്കെ ചേരുവകളൊക്കെ ചേർക്കാൻ മറന്നു പോകും. നമ്മുടെ പുളി പിഴിഞ്ഞൊഴിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ രസം റെഡിയായി. ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലാതെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായം അറിയിക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ